അപ്പോൾ നമുക്കിന്നൊരു ക്യാരറ്റ് കുംസ് ഉണ്ടാക്കിയാലോ. ഇതിന് ക്യാരറ്റ് പോള എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് കേട്ടോ, പല പേരുകളുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടത് 1 കപ്പ് റവ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നന്നായി പൊടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ വലിയ 2 ക്യാരറ്റ് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ നമ്മൾ ഒരു 1/2 ഗ്ലാസ് പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അത് അരച്ചതിന് ശേഷം നമ്മളൊരു ബൗളിലേക്ക് ഒഴിച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അത് ഇതിൽ ചെറിയ പീസുകളൊക്കെ ആയിട്ട് ക്യാരറ്റ് കിടക്കുന്നുണ്ട്, നല്ലോണം അരഞ്ഞിട്ടില്ല. അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഇരുന്നോട്ടെ, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അതൊരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ടാവും കേട്ടോ. റവൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ടാവും. ഇത് ഞാനൊരു ചെറിയ പാത്രം അതിനെ കൊണ്ടൊരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്കൊരു 1/4 സ്പൂണ് സോഡാപ്പൊടി, അതേപോലെ 1/2 സ്പൂണ് സോഡാ പൗഡർ, ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇത് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം അതിൽ ഒരു ക്യാരറ്റ് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിരുന്നു, കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടി നല്ലോണം ഇളക്കി ഇതിലേക്ക് ഒരു പിഞ്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതും കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റ് കുംസിൻ്റെ ബാറ്റർ ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അങ്ങനെ ഫൈനലായിട്ട് നമുക്ക് വേണ്ടതിന് ഒരു കേക്ക് ടിന്നാണ്. അതിലേക്ക് ഒരു നുള്ള് നെയ്യ് ഒഴിച്ച് ബ്രഷ് കൊണ്ട് എല്ലായിടത്തും ആവുന്ന രീതിയിലൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച് നല്ലോണം റെഡിയാക്കി വെക്കണം. ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള ക്യാരറ്റ് ക്രഷ് ചെയ്തത് ഒരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം കൂടി ഇട്ട് ജസ്റ്റ് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്യണം കേട്ടോ. കുമിളകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് നമ്മൾ ഒരു വലിയ പാത്രം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇറക്കി വെച്ച് നല്ലോണം ഒരു 40 മിനിറ്റ് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അതിപ്പോൾ നമ്മുടെ ക്യാരറ്റ് കുംസ് ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും